ഒരു തിരക്കഥാകൃത്തായിട്ട് തുടക്കം കുറിച്ചിട്ട് ഒരു സംവിധായകനായിട്ട് കൂടി മാറി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയുള്ളൊരു വളർച്ചയെ എങ്ങനെയാണ് സ്വയം നോക്കിക്കാണുന്നത്? സ്വയം നോക്കിക്കാണുന്നതും അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷിക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ ഇവിടെയുണ്ട് എന്ന് പ്രേക്ഷകന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ സിനിമകൾ എന്ന് പറയുന്നത് വാച്ച് ചെയ്യുന്ന പ്രേക്ഷകന് അതിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പ്രേക്ഷകർ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ തുടങ്ങി, അങ്ങനെ ചെയ്തു, അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു വളർച്ച അതൊന്നും പറയുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമില്ല. അങ്ങനെ ഒരു വളർച്ച എത്തിയെന്നോ അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒന്നുമില്ല. എനിക്ക് ആദ്യ സിനിമ ചെയ്യാൻ വേണ്ടി വന്ന അതേ ആ കാലത്തിൻ്റെ മാനസികാവസ്ഥയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. രഞ്ജിത്ത് എന്നൊരു എഴുത്തുകാരൻ്റെ വളർച്ചയുടെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അതോടൊപ്പം ഒരു എഴുത്തുകാരൻ്റെ വളർച്ചയ്ക്ക് അനുഭവങ്ങൾ എത്രമാത്രം ഉപകരിച്ചു എന്ന് പറയാം? ഒന്നാമത് അടിസ്ഥാനപരമായി എഴുത്തുകാരനെന്നും ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കില്ല. കാരണം എഴുത്തുകാരനെന്ന് ഞാൻ വിളിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സംജ്ഞയെ അല്ലെങ്കിൽ അത് വഹിക്കുന്ന ഒരാളിനെയൊക്കെ ഒരുപാട് ബഹുമാനത്തോട് കാണുന്ന ഒരാളാണ് ഞാൻ. സിനിമയുടെ എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ അപ്പുറത്ത് അതൊരു ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എന്ന് പറയുന്നത് സാഹിത്യകൃതിക്ക് അപ്പുറത്ത് അതൊരു കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരയ്ക്കുക എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ അളവും കാര്യങ്ങളും കൃത്യമായിരിക്കുക. തീർച്ചയായും ഈ ജീവിത പശ്ചാത്തലം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിൽ നിന്നും സിനിമ എഴുതാൻ തയ്യാറായപ്പോഴൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്കും അതുപോലെ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതായ സിനിമകൾ ഞാൻ കിട്ടിയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത് നമ്മുടെ മലയാള സിനിമ ഇന്ന് അഭിമുഖീകരിക്കുന്നൊരു വലിയ പ്രശ്നവും ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളിൽ നിന്നും, അതും പ്രത്യേകിച്ചും വിജയിച്ച സിനിമകളിൽ നിന്നും പുതിയ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന രീതിയാണ്. ആരും ഒരു ജീവിതാനുഭവത്തിന് സിനിമയുടെ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ അധികം ആരും നടത്തി കാണുന്നില്ല. അത് അവസാനം എവിടെ ചെന്നെത്തിയെന്ന് വെച്ചാൽ നിർമ്മാതാക്കൾ കഥ ആലോചിക്കുന്ന, അടുത്ത സിനിമയുടെ കഥ എന്താണെന്ന് നിർമ്മാതാവ് ആലോചിക്കുന്ന രീതിയിലെത്തി. നിർമ്മാതാവ് പലപ്പോഴും ഈ ഒരു കഥ എഴുതാൻ തക്കമുള്ള ഭാവന ശേഷിയുള്ള ആളായിരിക്കില്ല. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പവഴി പഴയ സിനിമകൾ റീമേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ആര് തന്നെ ആയിരുന്നാലും സ്വന്തം ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ തീർച്ചയായും ഒരു സിനിമാ കഥ എന്ന് പറഞ്ഞൊരു ഫിക്ഷനാണ്. അത് രൂപപ്പെടുത്തുമ്പോൾ പലപ്പോഴും ആ യഥാർത്ഥ സ്വഭാവമുള്ള കാര്യങ്ങൾ കൂടെ അതിനകത്ത് ചേരുകയുണ്ടാവും. എങ്കിൽ പോലും ഈ പറയുന്ന ജീവിതാനുഭവങ്ങളുടെയും ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരാൾ എഴുതുന്ന ഏതിനും സത്യസന്ധതയുണ്ടാവും. അത് പ്രേക്ഷകരിലേക്ക് വളരെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ റീസെൻ്റായിട്ട് ചില തമിഴ് സിനിമകളൊക്കെ കാണുമ്പം ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള, നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗ്രാമമെന്ന് അർത്ഥത്തിൽ വിളിക്കാവുന്ന ഭൂപ്രദേശങ്ങൾ ഇല്ലാതായി കഴിഞ്ഞൊരു നാടാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരായ സിനിമാ സംവിധായകരുടെ സിനിമകളിലൊക്കെ വളരെ തെളിവോടെ കാണുന്ന ചില ഗ്രാമീണ ചിത്രങ്ങളുണ്ട്. സ്കൂൾ വിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ടിഫിൻ ബോക്സിനകത്തേക്ക് നെൽമണികൾ ഉതിർത്ത് വയലിൽ നിന്ന് മോഷ്ടിച്ച് വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി എന്ന് പറയുന്നൊരു വിഷയമൊക്കെ അതനുഭവിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ മനസ്സുള്ളൊരു ഫിലിം മേക്കർക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ ഒരു വിഷലൊരു അടുത്തൊരു സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദൃശ്യം. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അത് പിന്നെ മറ്റൊന്ന്, ഈ എഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കണ്ടൻറ്റിലാണ് മലയാള സിനിമ ഊന്നൽ കൊടുക്കേണ്ടത്, ഫോമിലല്ല.
മലയാള സിനിമ കോടികൾ മുടക്കി സിനിമകൾ ചെയ്യുന്ന ഹിന്ദിയിലെയും തെലുങ്കിലെയും തമിഴിലെയും സംവിധായകരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംവിധായകന്മാരുടെയും സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെയും ടെക്നിക്കൽ ബ്രില്യൻസ് ഞാൻ പറയില്ല, ഒരിക്കലും ബ്രില്യൻസ് ഒന്നുമല്ല, ഒരു ഫ്രീക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഓഡായിട്ടുള്ള ഷോട്ട്സിലൂടെ, അങ്ങനെ ഒരു എഡിറ്റിംഗ് പാറ്റേണിലൂടെ അത് ഷൂട്ട് ചെയ്യാൻ പുതിയ യന്ത്രസാമഗ്രികൾ, അതിൻ്റെയൊക്കെ സപ്പോർട്ടിൽ അങ്ങനെയുള്ള അഭ്യാസങ്ങൾ, ഇത്തരം ഗിമ്മിക്കുകൾ മലയാള സിനിമയിൽ നിലനിൽക്കില്ല. വളരെ സത്യമായിരുന്നു. ഇവിടെ കണ്ടൻറ്റിൽ നിങ്ങൾക്ക് പ്രേക്ഷകനോട് പുതുതായി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വിജയിക്കുകയുള്ളൂ. ബാക്കിയുള്ള ഈ അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് നിർമ്മാതാവിന് ധനനഷ്ടം എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ചിലപ്പോൾ അത് അന്യഭാഷയിലേക്ക് ഒരു സിനിമയുടെ ഓഫർ ലഭിക്കാൻ ഒരു സംവിധായകന് കിട്ടുന്ന വീസ ആയി അത് പരിഗണിച്ചേക്കാം. ഒരു തിരക്കഥാകൃത്തായി മാത്രം നിന്നിരുന്നൊരു സമയത്ത് സിനിമയെ സമീപിച്ചിരുന്നൊരു രീതി ഇപ്പോൾ ആറാം തമ്പുരാൻ, നരസിംഹം എന്ന ചിത്രങ്ങളാണ് ചോദിക്കാൻ കാരണം. ഒടുവിൽ ഒരു സംവിധായകനായിട്ട് മാറിയപ്പോൾ ഒരു കലാമൂല്യമുള്ള ചിത്രങ്ങളിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ മലയാള സിനിമയുടെ കലാമൂല്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളൊന്നുമല്ല ഞാൻ. അല്ലല്ല, ബോധപൂർവമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, അതാത് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് പ്രായം കൂടുകയാണ്. അപ്പോൾ ഇന്ന് അനുഭവിക്കുന്നതായിരിക്കില്ല നാളെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് അറിയാതെ പോയത് നാളെ തിരിച്ചറിയും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ പരിവർത്തനത്തിന് ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലകളിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇന്ന് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇന്ന് എനിക്കിത് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതാണ് ചെയ്യാൻ തോന്നുന്നത്. ഇന്നലകളിൽ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അത്ര. അല്ലാതെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഇനിയിപ്പോൾ മലയാള സിനിമയെ ഒന്ന് ഉദ്ധരിച്ച് കളയാൻ കൂടെ അങ്ങനെയൊന്നുമല്ല. എനിക്ക് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എൻ്റെ മനസ്സിൽ പ്രാഞ്ചിയേട്ടൻ എൻ്റെ സിനിമ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിജയപരാജയ സാധ്യതകളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ തന്നെ എനിക്കിഷ്ടപ്പെട്ടത് എന്നെനിക്ക് പൂർണ്ണമായി തോന്നിയതിന് സിനിമയുടെ രൂപത്തിൽ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പം ആ സിനിമ കഴിഞ്ഞിട്ടുള്ള ഈ ഗ്യാപ്പിൽ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് എനിക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഞാനത് ചെയ്യും. അതിനെ നിങ്ങൾക്കിനി മെയിൻ സ്ട്രീം സിനിമ എന്ന് വിളിക്കാം, എന്ത് പേരിട്ട് വിളിക്കാം, മിഡിൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് എന്ത് പേരിട്ട് വിളിക്കേണ്ടത് മറ്റുള്ളവരുടെ ജോലിയാണ്. എനിക്ക് പ്രിയപ്പെട്ടത് എനിക്ക് ചെയ്യണമെന്ന് പൂർണ്ണമായ കൺവിക്ഷനോട് കൂടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നു. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ഇപ്പോൾ പതിവ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറിയൊരു രീതിയിലായിരുന്നു കഥ പറഞ്ഞു പോയതിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ ചിത്രങ്ങളെ മലയാള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, മറ്റു ഭാഷകളിൽ സിനിമ ചെയ്യണം, അങ്ങനെ ഒരു മോഹമൊന്നുമില്ലേ? മലയാള സിനിമയുടെ ഈ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ സിനിമ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ മലയാളത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. മലയാളം പോലെ എനിക്ക് വഴങ്ങുന്ന മറ്റ് ഭാഷകളുമില്ല. അപ്പോൾ ഒരു ഫിലിം മേക്കർ ഇപ്പം അയാൾ ചിന്തിക്കുന്ന ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ തന്നെ ആയിരിക്കണം അയാളുടെ കല പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാനിവിടെ വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഈ പറയുന്ന നമ്മളുടെ ചില സിനിമാ ശ്രമങ്ങളെ മറ്റ് ഭാഷയിലുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്തവരുമായിട്ടുള്ള സഹപ്രവർത്തകർ അവർ കാണാനുള്ളൊരു സാഹചര്യം. അതിനാണ് ഈ ഫെസ്റ്റിവലുകളൊക്കെ, അതിൻ്റെ ഭാഗമായി നമ്മൾ സിനിമകളൊക്കെ അയക്കുന്നതും ചില ഫെസ്റ്റിവലുകളിൽ അത് സ്വീകരിക്കപ്പെടുന്നതും ചിലയിടത്ത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള, അതിനപ്പുറത്തേക്കൊരു ഈ ഭാഷയുടെയും ദേശത്തിൻ്റെയൊക്കെ അതിരുകൾ വിട്ടിട്ട് ഒരുപാട് ദൂരേക്ക് പറക്കണമെന്നൊന്നും തോന്നാവുന്ന അതിന് വിമർശനം ഞാൻ അനുഭവിക്കുന്നില്ല. ഇവിടെ തന്നെ ഇനിയും മീനിങ്ഫുള്ളായ സിനിമകൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാറുള്ളത്, എൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന ചോദ്യത്തിന് എൻ്റെ ഏറ്റവും നല്ല സിനിമ ഞാൻ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഏത് സിനിമയായാലും ഇപ്പോൾ പ്രാഞ്ചിയേട്ടനോട് സംസാരിക്കുമ്പോൾ പ്രാഞ്ചിയേട്ടൻ കാണുമ്പോഴും എനിക്ക് അതിൽ എൻ്റെ പക്ഷത്തു നിന്ന് വന്നു പോയ പിഴവുകളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഏറ്റവും അധികം കൂടുതൽ ആലോചിക്കുന്നത്. ഇവിടെ തന്നെ നിന്നുകൊണ്ട് കുറെ കൂടെ നല്ല
സിനിമകൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്